ഇവിടെ വെച്ച് നടക്കുവാനിടയായി തീർന്നു. നമ്മുടെ സെന്ററിനോടുള്ള ബന്ധത്തിൽ ഈ മാസത്തെ മാസയോഗം വണ്ടൂര് സഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ നടക്കുവാനും ഇടയായി തീർന്നു. ആമെ കടന്നു പോകുവാനും സംബന്ധിക്കുവാനും ദൈവം സാവകാശം ഒരുക്കി തന്നു. ആമേൻ, സ്തോത്രം. ആമനെല്ലാം ദൈവത്തിന്റെ കൃപയാകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് അച്ചാൻ ആമേൻ തന്റെ കണ്ണിന്റെ പ്രയാസങ്ങളൊക്കെ നിമിത്തം ചില ആഴ്ചകൾ ഭവനത്തിൽ വിശ്രമത്തിലും ആമേൻ ചികിത്സയോടും ഒക്കെയുള്ള ബന്ധത്തിലായിരുന്നു. ആമൻ ഇന്ന് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. മത്തായി ചാൻ കുടുംബമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അവര് ശാരീരിക പ്രയാസങ്ങളിലായിരുന്നു. എന്നാലൊരു പകർച്ചപ്പനി ആയതുകൊണ്ട് ആമൻ ഇന്ന് അവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ദൈവമക്കൾ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ ഓർത്ത് വഹിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആമൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമൻ. നമുക്ക് ഇന്ന് പകൽക്കാലം വായിച്ച 13-ാം സങ്കീർത്തനവും 14-ാം സങ്കീർത്തനവും ആമെ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ ആമെ താൻ കടന്നുപോയ കഷ്ടതയിലും പ്രയാസങ്ങളിലും നിരാശയൊക്കെ തന്നെ ബാധിച്ചു എങ്കിലും ആമെ താൻ ഈ സങ്കീർത്തനങ്ങളൊക്കെ ആമൻ എഴുതി അവസാനിപ്പിക്കുന്നത് വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും ദൈവത്തിലുള്ള ആമൻ ആശ്രയത്തോടും കൂടെയാണ്. സ്തോത്രം. കടുത്ത നിരാശയിലും ദൈവസാന്നിധ്യം അനുഭവപ്പെടാത്ത അവസ്ഥയിലും ഒടുവിൽ ദൈവത്തിന്റെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ അർപ്പിക്കുന്നതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. എന്നെ ചിന്തിപ്പിച്ച വാക്യം എന്ന് പറയുന്നത് 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിക്കാം. നോക്കിക്കേ, സങ്കീർത്തനക്കാരൻ ഇവിടെ പാട്ടുപാടാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് താൻ പറയുകയാണ്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും ഞാൻ എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. സ്തോത്രം. നമുക്ക് ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ കഴിയുമോ? യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവരെ പാട്ടുപാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി 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 നന്മകൾ ജീവിതത്തിന്റെ സ്തോത്രം തകർച്ചയുടെ നാളുകളിൽ ഞെരുക്കത്തിന്റെ നാളുകളിൽ ഇടുക്കത്തിന്റെ വേളകളിൽ കൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയ നന്മകൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനിടയായി തീരുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നന്മ ചെയ്തത് ആരാണ്? യഹോവയാണ്. ലോകത്തിൽ ഒത്തിരി ആളുകളുണ്ട്, ലോകത്തിൽ ഒത്തിരി മനുഷ്യന്മാരുണ്ട്. ആശ്രയിപ്പാൻ കൊള്ളാകുന്നവരൊക്കെ, സഹായിപ്പാൻ കൊള്ളാകുന്നവരൊക്കെ ലോകത്തിലുണ്ടെങ്കിലും സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട്. ഏത് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നന്മ ചെയ്യുവാൻ കഴിയുന്ന, നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നോക്കി സങ്കീർത്തനക്കാരൻ ഈ തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഹല്ലേലൂയ, ഞാൻ ആ ദൈവത്തിന് പാട്ടുപാടും. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരാധനയ്ക്ക് യോഗ്യൻ, സകല മഹത്വത്തിന് യോഗ്യൻ. നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ കൊള്ളാവുന്ന ഒരാള് ലോകത്തിലുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. അതുകൊണ്ട് ആ ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവായതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ മാത്രം വിളിച്ച് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ തന്നെ അതെന്ത് ചെയ്തു? ലോകത്തിന്, ഒന്നുകൂടി പറഞ്ഞാൽ തന്റെ അടുക്കൽ വന്ന ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും സ്തോത്രം അത് വെളിപ്പെടുത്തി കൊടുത്തു.
അവൻ എന്താ ചെയ്തത്? യേശു കുഞ്ഞിന്റെ അടുക്കൽ വന്നു. അവനെ ആരാധിച്ചു, അവനെ നമസ്കരിച്ചു. സ്തോത്രം. തൊട്ടിലിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ശൈശവ പ്രായത്തിലുള്ള ആ യേശു കുഞ്ഞിന്റെ ശൈശവത്തിൽ പോലും അവരത് തിരിച്ചറിഞ്ഞ് യേശുവിന്റെ മുൻപിൽ വണങ്ങി നമസ്കരിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? യേശു രാജാവായി പിറന്നൊരു സത്യദൈവമാണെന്ന് അവർ തിരിച്ചറിയുവാനിടയായി തീർന്നു. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ അറിയേണ്ടത് ദൈവം കർത്താവ് ആണ് എന്റെ ഉടയവനെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കി, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് സ്തുതി പാടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പാട്ടുപാടും. സ്തോത്രം. ദൈവം എനിക്ക് എന്ത് ചെയ്തു? നന്മ ചെയ്തിരിക്കുക. അവൻ എന്തൊക്കെ നന്മയാണെന്നുള്ളത് അവരവർക്കറിയാം. സ്തോത്രം. ഈ സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ തനിക്ക് എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. എന്താ കാരണം എന്നറിയാമോ? നമുക്കറിയാം, കാട്ടിൽ നിന്ന് സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് തന്നെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. സ്തോത്രം. ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ദൈവം എന്ത് ചെയ്തു? രക്ഷിച്ചു. ശൗലിന്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ഒത്തിരി രക്ഷപ്പെട്ട അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. താൻ അത് പാട്ടുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. ഞാൻ സാധാരണ പറയുന്നത് പോലെ സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു പാട്ടാണ്. നമുക്കത് പാടാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതങ്ങ് വായിച്ചു വിടുന്നു എന്നുള്ളതാണ്. സന്തോഷമുള്ളവർ എന്ത് ചെയ്യട്ടെ? അവര് പാട്ട് പാടട്ടെ. സന്തോഷത്തിന്റെ വേളയിലും ദുഃഖത്തിന്റെ വേളയിലും ഈ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യാണ്? ദൈവത്തെ വിട്ടുള്ള ഒരു കളിയും തനിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ ഏത് വേളകളിലും ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നു. സ്തോത്രം. തന്റെ മുൻകാലങ്ങളിലെ ജീവിതം അതെന്ത് ചെയ്യുകയാണ്? ഇത് പറയുവാൻ വേണ്ടി തന്നെ ഉത്സാഹിപ്പിക്കുകയാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, പലവിധമാകുന്ന തന്റെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ദൈവം തനിക്ക് നന്മകൾ കൊടുക്കുവാനിടയായി തീർന്നു. ജീവിതത്തിൽ ഒരു നന്മയും പ്രാപിക്കാത്ത ആരും ഇവിടെ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു നന്മയും ലഭിക്കാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കുക, ഞാനൊന്ന് കാണട്ടെ. സ്തോത്രം. ജീവിതത്തിൽ ഒരു നന്മയും പ്രാപിക്കാത്ത ഒരു മനുഷ്യനും ഇവിടെ കടന്നു വന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാപിച്ചവരാണ്. അത് നമുക്കറിയാം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. 14-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? സ്തോത്രം. ദൈവമില്ല എന്ന് ആരാ പറയുന്നത്? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വരാം, ബുദ്ധിയില്ലാത്തവരാണെന്നോ വിദ്യാഭ്യാസമില്ലാത്തവരാണെന്നോ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് വരാം. എന്നാൽ അതല്ല അതിന്റെ വാസ്തവം. ബുദ്ധിയുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഉന്നതരാണ്. പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരാരായി മാറുകയാണ്? ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഒരു വാക്കുണ്ട്, നാബാൽ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ബോധപൂർവം ദൈവത്തെ നിരസിക്കുന്നവരാണ് ആര്? മൂഢൻ എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ നാബാൽ എന്നൊരു പദമാണെന്ന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം ദൈവിക നിയമങ്ങളെ അനുസരിക്കാതെ ആ ദൈവിക നിയമങ്ങൾക്ക് വിധേയപ്പെടാത്തവരാണ് എന്ത് പറയുന്നത്?
മൂഢൻ എന്നുള്ള പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവമില്ല എന്ന മൂഢൻ എങ്ങനെ പറയുന്നേ? തന്റെ ഹൃദയത്തിലാ പറയുന്നത്. അവൻ മറ്റാരോടും അല്ല പറയുന്നത്. അവൻ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ ഹൃദയത്തിൽ തന്നെ പറയുകയാണ് ആരില്ലെന്ന്, ദൈവമില്ലെന്ന്. അത് ഒരുപക്ഷെ ആരും എന്ത് ചെയ്യുന്നുണ്ടാകത്തില്ല, കേൾക്കുന്നുണ്ടാകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം പറയുന്നതിന്റെ കൂടെ തന്നെ ആമൻ ആരാധന നടക്കുന്നുണ്ടെങ്കിലും ആമൻ നമ്മുടെ ഹൃദയത്തിലൂടെ പല ചിന്തകളും എന്ത് ചെയ്യും, കടന്നു വരും. ആമൻ അപ്പോൾ ഇവിടെ ഈ മൂഢനായ മനുഷ്യൻ ആമൻ വിദ്യാസമ്പന്നനാണ്, ആമൻ ബുദ്ധിയുള്ളവനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലേ? ചിലപ്പോ ചിലര് പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ നോക്കുമ്പോ അവിടെ ആരെയും എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഇരിക്കൂലേ? അവൻ ആരോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ അവരോട് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ, ആമെ മറ്റുള്ളവരോടല്ല പറയുന്നത്, താൻ തന്നോട് തന്നെ പറയുകയാണ്. നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ആമ നിന്റെ അവസ്ഥ ഇങ്ങനെയായാൽ പോരാ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം, ആമ നീ ഒന്ന് ആരാധിക്കണം എന്ന് പറഞ്ഞാൽ തന്നോട് തന്നെ എന്ത് ചെയ്യുക, പറയുക. ആമ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? രാവിലെ ആരാധനയ്ക്ക് വരുന്നതിന് മുൻപ് ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മളെ കാണാൻ വേണ്ടി, നമ്മുടെ മുഖം കാണാൻ വേണ്ടി, നമ്മുടെ മുടി എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എവിടെ ചെന്ന് നോക്കും? കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നോക്കും. നമുക്ക് ചീകിയാലും എന്ത് ചെയ്യത്തില്ല, മതി വരുന്നില്ല. നമ്മുടെ മുഖം എത്ര മിനുക്കിയാലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല. എന്താ കാരണം? നമുക്ക് നമ്മോടുള്ള സ്നേഹം കൊണ്ട്. ഇല്ലേ? ചിലപ്പോ നമ്മൾ പറയും, എനിക്ക് എന്റെ സ്വഭാവം പോലും എന്ത് ചെയ്യുന്നില്ല, ചില നേരത്ത് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് എന്റെ മുഖം ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ആമൻ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ആമൻ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്ന ആരുടെ ഫോട്ടോയാ? ഞാൻ സാധാരണ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. സ്വത്രം ആമൻ നമ്മുടെ ഫോട്ടോയാ നമ്മൾ ആദ്യം നോക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ നിന്ന്, കണ്ണടച്ചാണോ നിന്ന്, പകുതി കണ്ണ് തുറന്നാണോ നിന്ന്, ചരിഞ്ഞാണോ നിന്നത്, ആമൻ എങ്ങനെയാ നിന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് നോക്കും. സ്വത്രം ഞാൻ പറഞ്ഞത് നമ്മളെ തന്നെ കാണുകയാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയാമോ? പുറമെയല്ല താൻ പറയുന്നത്, തന്റെ ഹൃദയത്തിൽ താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു നിരീശ്വരവാദമാണ്. എന്താ? ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? അവരാരാണ്? ഈശ്വരനില്ലാത്ത വാദികളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, നിരീശ്വരവാദികളാണ്. അപ്പൊ ഇത് ഒരു തരത്തിലുള്ള നിരീശ്വരവാദികളാണ്. ആര്? ഈ കൂട്ടത്തിൽപ്പെടുന്നത്. അവരെന്താ പറയുന്നത്? അവരുടെ ഹൃദയത്തിൽ അവര് പറയുകയാണ് എന്താ? ദൈവമില്ലെന്ന്. ശ്രദ്ധിച്ചേ, ആമൻ ഞായറാഴ്ചകളിൽ പള്ളിയിലൊക്കെ പോകും. ഞായറാഴ്ചകളിൽ അവിടെ പോകും, പള്ളിയിൽ പോകും. പിന്നെ ദൈവവിശ്വാസിയാണെന്ന് പുറമെ കാണിക്കും. അത് ചെയ്യുമെങ്കിലും സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങളിലും രഹസ്യ പ്രവർത്തികളിലും ദൈവത്തെ ഭയമില്ലാത്ത ആളുകൾ. വളരെ ശ്രദ്ധിക്കണം. ആമൻ ഇവിടെ പറയുകയാണ്, ആത്മീയ കാര്യങ്ങളൊക്കെ പോകും, ആമ സഹകരിക്കും, ഒക്കെ ചെയ്യുമെങ്കിലും ആമ ഹൃദയത്തിൽ എന്തില്ല? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ആമ ജീവിതം കൊണ്ടു നടക്കുന്ന ആളുകളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അവൻ ദൈവമില്ലാത്ത ഒരു മൂഢനായ മനുഷ്യനാണ്. ആമ ലോക മനുഷ്യനേക്കാൾ കൂടുതൽ ആമ സ്തോത്രം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്നവരും ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നവർ. സ്തോത്രം. ആരാധനാലയത്തിൽ പോയത് കൊണ്ടോ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത് കൊണ്ടോ നമ്മുടെ അകത്ത് ദൈവഭയം ഉണ്ടാകണമെന്നില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമൻ ആരാധനയ്ക്ക് പോയത് കൊണ്ടോ
ആമൻ സ്തോത്രം ആരാധനയെ സംബന്ധിച്ചത് കൊണ്ടോ ആമൻ ഒരു മനുഷ്യന് ദൈവഭയം ഉണ്ടാകണമെന്നില്ല. എന്നാൽ സ്തോത്രം, അതായത് എന്നെ കാണാൻ മുകളിൽ ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള മട്ടിലുള്ള ജീവിതം. ചോദിക്കാനും പറയാനും എനിക്ക് മുകളിൽ വേറെ ആരുമില്ല എന്നുള്ള മനോഭാവമുള്ളവരാണ് ഇവിടെ കാണുന്ന മൂഢൻ എന്ന് പറയുന്ന മനുഷ്യൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ആമൻ. നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. ആമൻ. ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലേക്ക് നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുവാൻ ആമൻ ഞാൻ എന്റെ ഹൃദയത്തിൽ എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം. ഹൃദയത്തിൽ നീ പറയേണ്ടത് യേശു എന്റെ രക്ഷകനാണെന്ന് പറയണോ. ആമൻ. യേശു എന്നെ വിടുവിക്കുന്നവനാണെന്ന് പറയണോ. യേശു എന്റെ മഹത്വമാണെന്ന് പറയണോ. യേശു എന്റെ ആരാധ പുരുഷനാണെന്ന് പറയണോ. യേശു എന്റെ നിത്യജീവനാണെന്ന് പറയണോ. ആമൻ എന്ന് പറഞ്ഞാൽ ആമൻ നിന്റെ അകത്ത് ജീവൻ തുടിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ നോക്കി ആ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. റോമാലേഖനം 10-ാം അധ്യായം എന്ന് എടുത്താട്ടെ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. റോമർ ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങളുടെ കീഴിലുണ്ട്. അവരുടെ വായിൽ ശാപവും സൈപ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിവാൻ ബന്ധപ്പെടുന്നു. ഇനിയും റോമാലേഖനം 1:21 കൂടി ചേർത്ത് വായിക്കും. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും 20 കൂടി ചേർത്ത് വായിച്ചു. 20-ാമത്തെ വാക്യം. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. വളരെ ശ്രദ്ധിക്കണം ഈ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരല്ല. അവരാരെ അറിഞ്ഞവരാ? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ. എന്നിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടു. അടുത്തത് അവരെ ദൈവമെന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്ന് അവരെന്ത് ചെയ്യുന്നില്ല? ഓർക്കുന്നില്ല. അപ്പൊ അറിയാഞ്ഞിട്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, ഇതെല്ലാം നമുക്കറിയാം. പിന്നെ എന്തിനാ ഈ പാസ്റ്റർമാര് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്? നമുക്കറിയാം, പക്ഷെ വീണ്ടും വീണ്ടും നമ്മളെ എന്ത് ചെയ്യാണ്? ഉത്സാഹിപ്പിക്കുകയാണ്. എന്താ കാരണം? അറിയാത്തത് കൊണ്ടല്ല പറയുന്നത്. ആമൻ ഇവിടെ പറയുകയാണ്, ദൈവത്തെ അറിഞ്ഞിട്ടു അവർ ദൈവമെന്നോർത്ത് എന്ത് ചെയ്യുന്നില്ല? കണ്ട, കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുക്കുന്നില്ല? ദൈവത്തിന് കൊടുക്കുന്നില്ല. പ്രിയമുള്ള ദൈവമക്കളെ, വളരെ സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പറയുകയാണ്, ദൈവത്തെ അവർ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് അവനെ എന്ത് ചെയ്യുന്നില്ല? മഹത്വീകരിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? മഹത്വീകരിക്കുന്നവരായി തീരണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്തത് എന്താ? നോക്കിയേ, മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ അവര് ചെയ്യുന്നില്ല. സ്തോത്രം. നമുക്കറിയാം, ഒരു മനുഷ്യൻ നമുക്കൊരു നന്മ ചെയ്താൽ, ഒരു ഉപകാരം ചെയ്താൽ നമ്മളൊരു താങ്ക്സ് പറഞ്ഞ് നന്ദി കാണിക്കാൻ വളരെ ശ്രമിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരോടുള്ള ബന്ധത്തിൽ അവരൊരു സ്തോത്രം പല്ലിമുട്ടായി കൊടുത്താലും അവരെന്ത് ചെയ്യും? നന്ദി പറയുന്നവരാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിലും പറയുന്ന കേട്ടുള്ള പരിചയം. പണ്ടൊരു ഇംഗ്ലീഷുകാരൻ കേരളത്തിൽ വന്നപ്പം അദ്ദേഹത്തിന്റെ വാഹനം എന്ത് ചെയ്തു? യാത്രയിൽ കംപ്ലൈന്റ് ആയി, കേടായി. അവിടെ ഒരു മലയാളി വന്നു, അത് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ആ സായിപ്പ് ചോദിച്ചു, നിനക്ക് നന്ദി വേണോ പണം വേണോ എന്ന് ചോദിച്ചു.
നിനക്ക് എന്താ വേണ്ടിയേ? നന്ദി വേണോ പണം വേണോ? മലയാളിയല്ലേ, മലയാളിയുടെ വിചാരം സായിപ്പന്മാര് നമ്മളെ പോലെ നിർബന്ധിക്കുമെന്ന്. നമ്മളെവിടെങ്കിലുമൊക്കെ ചെന്ന് ഒരുപക്ഷെ അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മളോട് ന്യായമായ രീതിയിൽ ചോദിക്കും, ഇച്ചിരി ഭക്ഷണം കഴിക്കുകയല്ലേ? അപ്പൊ സാധാരണ ഒരു മലയാളി എന്താ ചെയ്യുന്നത്? വേണ്ടാന്ന് പറയും. സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മളിൽപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ആരുമല്ല. ഒരു കഥ പറയുക. ഒരാളൊരു വീട്ടിൽ ചെന്നു. അപ്പൊ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നാ പിന്നെ ഇച്ചിരി ഭക്ഷണം കഴിച്ചേക്കല്ലേ? സന്തോഷം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഒരു ഭംഗി വാക്ക് പറഞ്ഞത്, പക്ഷെ വിശന്ന് വയറൊട്ടിയിരിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ എന്ത് ചെയ്യാ, അവിടെ ഇരിക്കുക, ഞങ്ങള് കഴിച്ചിട്ട് വരട്ടെ. അപ്പൊ വിശപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ചോദിച്ചു, അച്ഛ മോരുണ്ടോന്ന് ചോദിച്ചു. എന്താ മോരുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മോരുണ്ടെന്ന് പറഞ്ഞാലും പുള്ളി പറയും ചോറ് വേണമെന്ന്. മോരില്ലെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുക. സ്വതം ഞാൻ പറഞ്ഞതിന്റെ കാരണം നോക്കിയേ, ചില അബദ്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, പറ്റാറുണ്ട്. അപ്പൊ മലയാളിയോട് ചോദിച്ചു, നിനക്ക് നന്ദി വേണോ പണം വേണോന്ന് ചോദിച്ചു. അവൻ എടുത്തിയാടി പറഞ്ഞു, എനിക്ക് നന്ദി മതി. നന്ദി മതി എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഈ പണവും കിട്ടുമെന്ന് അവൻ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. അപ്പൊ ഇവിടെ തിരുവചനം പറയുകയാണ്, അവർ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. ഒരു ദിവസം രാവിലെ വീട്ടുകാരൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ? ഒരുപാട് പട്ടിക്കുട്ടികൾ മുറ്റത്ത് വന്ന് നിൽക്കുക. കാലൊടിഞ്ഞതും കൈയൊടിഞ്ഞതും കഴുത്തുവേദനയുള്ളതും എന്നിത്യാദി ഒത്തിരി വേദനകളുള്ള പട്ടികൾ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ചില ദിവസം മുൻപ് പുള്ളിയുടെ കണ്ണിന്റെ മുൻപിൽ കാലൊടിഞ്ഞൊരു നായ എന്ത് ചെയ്തു കണ്ടു. ആ നായെ പിടിച്ച് സ്കെയിലൊക്കെ വെച്ച് കെട്ടി മരുന്നൊക്കെ ചെയ്ത് അതിനെ എന്ത് ചെയ്തു വിട്ടു. അതിന് സൗഖ്യമായി. അതെന്താ ചെയ്തെന്നറിയാമോ? മറ്റുള്ള അതുപോലുള്ള ഒത്തിരി നായ്ക്കളെ എന്ത് ചെയ്ത് വെക്കുക, വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. നമുക്കറിയാം, വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ത് ചെയ്യും? അതിങ്ങനെ നാക്കുകൊണ്ടും മൂക്കുകൊണ്ടും ഒക്കെ കാണിക്കുമ്പോ തന്നെ അതിന്റെ വാലെന്ത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നന്ദി പ്രകടനം നടത്തുക. അതിന്റെ ഭാഷയിൽ അതെന്ത് ചെയ്യുക, നന്ദി പ്രകടനം നടത്തുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആരിൽ നിന്ന്? എന്നിൽ നിന്ന്. ഒന്ന് പറഞ്ഞാട്ടെ, എന്നിൽ നിന്ന് ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമെന്നറിഞ്ഞിട്ട് ദൈവത്തെ മഹത്വീകരിക്കുകയും ദൈവത്തിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നോക്കിയേ, ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ദൈവമെന്നറിഞ്ഞിട്ടും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതിരുന്നാൽ എന്താ പറ്റുന്നതെന്നും അവിടെ വായിക്കുന്നു. അപ്പൊ ഇവര് ഇതിന് തയ്യാറായില്ല. അപ്പൊ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, അടുത്ത വാക്യം നോക്കിയ, തങ്ങളുടെ നിരൂപണങ്ങൾ. സ്വതം ആമൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ ചിന്തയാണ്. അല്ല, നമ്മൾ വ്യത്യസ്ത മാതാപിതാക്കളാൽ, വ്യത്യസ്ത സാഹചര്യത്തിൽ, വ്യത്യസ്ത ജീവിത ശൈലികളിൽ വളർന്നു വന്നവർ. എന്റെ സ്വഭാവക്കാരല്ല ഇവിടെ ഇരിക്കുന്ന ആര്. നിങ്ങളുടെ ആരുടെയും സ്വഭാവക്കാരല്ല. മറ്റുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തമാകുന്ന സ്വഭാവങ്ങളാണ്. ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ, 3 മക്കളുണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ, അവർക്കൊക്കെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരാണ്. അപ്പൻ ചിലപ്പോ ദേഷ്യക്കാരനായിരിക്കാം, അമ്മ ചിലപ്പോ ഒരു ശാന്തതയുള്ള വ്യക്തിയായിരിക്കാം. അമ്മ എടുത്തുചാട്ടക്കാരി ആയിരിക്കാം, അപ്പൻ ചിലപ്പോ എന്തായിരിക്കും, ശാന്തനായിരിക്കും. അവരുടെ മക്കളൊക്കെ ചിലപ്പോ എന്തായിരിക്കും, ഇങ്ങനെയുള്ള സ്വഭാവക്കാരൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റം പറയുകയല്ല, മറിച്ച് നമ്മൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുകയാണ്, അവരെന്ത് ചെയ്യുന്നറിയാമോ? മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണം അവരെന്തുകൊണ്ടിരിക്കുക, നിരൂപിച്ചുകൊണ്ടിരിക്കുക.
സ്തോത്രം. അവര് ഒരുപാട് ചിന്തകൾ അവരുടെ അകത്ത് കയറിക്കൂടി വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി ചിന്തകൾ അവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അലട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകളുമായിട്ട് ഈ ആരാധനയുടെ ഇടയ്ക്ക് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, നിന്റെ സകല ചിന്തകളെയോ അവന്റെ മേലിട്ടുകൊള്ളുവേ. ഹല്ലേലൂയ. കർത്താവ് ആ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലിയോ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാ, മനസ്സ് കലങ്ങിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം പറയാ, മനം കലങ്ങി ആരെങ്കിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിന്റെ, നിന്റെ ഹൃദയത്തിന്റെ കലക്കങ്ങളെ മാറ്റി സമാധാനം തന്ന് നിന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉറക്കം കളയുന്ന ചിന്തകൾ, നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത കളയുന്ന, സ്തോത്രം, അസ്വസ്ഥപ്പെടുത്തുന്ന പലവിധമാകുന്ന വിചാരങ്ങൾ ഇവിടെ പറയുകയാണ്. അവർ അവരുടെ നിരൂപണങ്ങളിൽ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളാകുന്ന നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ സംസാരിക്കുകയാണ്. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കി ഇവിടെ പറയുകയാണ്, അവരവരുടെ നിരൂപണങ്ങളിൽ എന്തായി മാറി? വ്യർത്ഥരായി തീർന്നു. അടുത്തത്, അവരുടെ ഹൃദയത്തെ കുറിച്ച് തിരുവചനം പറയുകയാണ്, വിവേകമില്ലാത്ത ഹൃദയം. ഇരുണ്ടുപോയി, ഇരുണ്ടുപോയി. സ്തോത്രം. പ്രകാശമുണ്ടാകേണ്ട, അനേകർക്ക് പ്രകാശം കൊടുക്കേണ്ട അവരുടെ ഹൃദയത്തിന് എന്താ സംഭവിച്ചത്? ഇരുട്ടുകേറി മൂടുവാനിടയായി തീർന്നു. ഇരുട്ടെന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. സന്ധ്യ എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. പകലാണ് എല്ലാവർക്കും ഇഷ്ടം. സ്തോത്രം. എന്താ കാരണം? വെളിച്ചമാണെങ്കിൽ എല്ലാവരെയും കാണാൻ കഴിയും. വെളിച്ചമാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയും. ഇരുട്ടെന്ന് പറയുന്നത് മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. നോക്കിക്കേ, അവരുടെ ഹൃദയം എന്തായി മാറി? ഇരുട്ടായി മാറുവാനിടയായി തീർന്നു. എന്താ കാരണം? ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കുകയോ ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി കൊടുക്കുകയോ ചെയ്യാതെ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നിരൂപണങ്ങൾ അകത്ത് കയറി അവർക്കത് ഹൃദയം എന്തായി മാറി? ഇരുട്ടുള്ളതായി മാറുവാനിടയായി തീർന്നു. അതുകൊണ്ട് തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അടുത്തത് എന്താ വായിക്കുന്നത്? ജ്ഞാനികളെന്ന് പറഞ്ഞ് നോക്കിയേ, അവര് പറയുകയാണ്, ഞങ്ങൾ ആരാണ്? ജ്ഞാനികളാണ്, ഞങ്ങളാണ് അറിവുള്ളവർ, ഞങ്ങളെ പോലെ അറിയാവുന്നവർ വേറെ ആരുമില്ല. അങ്ങനെയുള്ള ചിന്തകൾ ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ അറിവിനേക്കാൾ മറ്റൊരു അറിവ് വേറൊരാൾക്കില്ല എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടോ? നോക്കിയ അപ്പൊ ഇവര് പറയുകയാണ് അവർ ജ്ഞാനികളെന്ന് പറയുകയും അടുത്തത് അവർ മൂഢരായി പോയി. അടുത്തത് മൂഢരായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടുത്ത അവസ്ഥ എന്താണെന്നാ ഇവിടെ പറയുന്നത്. എന്താണ്? അക്ഷയനായി ക്ഷയമില്ലാത്ത ദൈവത്തിന്റെ തേജസ്. ദൈവം ആരാണ്? അക്ഷയനാണ് എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുന്നില്ല, ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷമയുള്ള മനുഷ്യൻ പക്ഷി ദൈവത്തിന്റെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവരെന്താക്കിയെന്നറിയാമോ? ക്ഷയമുള്ള മനുഷ്യൻ. ക്ഷയമുള്ള മനുഷ്യൻ. അടുത്ത എന്താ?
പക്ഷി, നാൽക്കാലി, നാൽക്കാലി, ഇഴജാതി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവരെങ്ങനെയാക്കി മാറ്റി? ക്ഷയമുള്ള മനുഷ്യനോട് സമമാക്കി. സ്തോത്രം. അടുത്തത് നാൽക്കാലി, പക്ഷിയും നാൽക്കാലിയും ഇഴജാതി ഇടജാതിയും എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി. എങ്ങനെ? ഇത് എവിടുന്ന് ആരംഭിച്ചത്? എവിടുന്ന് ആരംഭിച്ച്? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി കഴിഞ്ഞപ്പോൾ ദൈവം വസിക്കേണ്ട ഇടം ഇരുട്ടുകൊണ്ട് നിറഞ്ഞു. ഇരുട്ടുകൊണ്ട് നിറഞ്ഞപ്പോൾ അവരുടെ ആത്മീക അന്ധത അവരെ ബാധിച്ചു. ആത്മീക അന്ധത അവരെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ അവരെന്താക്കി മാറ്റി? പക്ഷിയോട് സമമാക്കി, പറവജാതിയോട് സമമാക്കി, നിലത്തിഴയുന്ന ഇടജാതിയോട് സമമാക്കി. ദൈവത്തിന്റെ കരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യന്റെ സാദൃശ്യത്തിലാക്കി ദൈവത്തെ സാമ്യപ്പെടുത്തി. സ്തോത്രം. ദൈവത്തിന്റെ ദൈവത്തെ മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തി, ഇഴജാതിയോട് സമമാക്കി, ഇഴജന്തുക്കളോടും പറവജാതിയോടും സമമാക്കി മാറ്റി. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നറിയാം, എന്റെ ദൈവം അക്ഷയനായ ദൈവമാണ്. ആ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നോക്കിയ നമ്മളിവിടെ വായിച്ചത് അതിന്റെ 14-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഇനി അടുത്തത് 2-ാമത്തെ വാക്യം നോക്കിക്ക. ദൈവത്തെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള മനുഷ്യനുണ്ടോ എന്ന് കാണാൻ യഹോവയാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആമേൻ. അപ്പൊ ദൈവം സ്വർഗത്തിലാ വസിക്കുന്ന ദൈവമാണെങ്കിലും ദൈവം ഭൂമിയിൽ തന്റെ കണ്ണെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഊടാടിക്കൊണ്ടിരിക്കുകയാ. എന്താ കാരണമെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ലോകത്തിലുണ്ടോ എന്ന് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ലോകം പറയും നീ മൂഢനാണെന്ന്, ലോകം പറയും നീ ഭോഷനാണെന്ന്, ലോകം പറയും നീ വിഡ്ഢിയാണെന്ന്. പക്ഷെ തിരുവചനം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ നിന്റെ ഭവനത്തെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ സഭയെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ ജീവിതത്തെ ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം കണ്ടാൽ നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവയാകുന്ന ദൈവം എവിടെ നിന്ന് നോക്കുക? സ്വർഗത്തിൽ നിന്ന് നോക്കുക. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്, ഞങ്ങളുടെ ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഞങ്ങൾക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കത്തക്കവണ്ണമുള്ള ദൈവമല്ല ഞങ്ങളുടെ ദൈവം. അതിന്റെ അപ്പുറത്ത് അദൃശ്യനാകുന്ന ഞങ്ങളുടെ അക്ഷരീകമാകുന്ന ഈ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഹൃദയത്തിൽ കൃപ പ്രാപിച്ചിട്ടുള്ള ഒരു ദൈവം ഇതിന്റെ ഹൃദയ കണ്ണുകൾ കൊണ്ട് അവനൊന്ന് തിരിച്ചറിയാൻ, ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയോ? എന്റെ ദൈവം എന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവം എന്നെ തൊടുന്ന ദൈവമാണ്. ആ ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി എന്റെ പാതകളെ നേരെയാക്കുന്ന ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി ഭാവി തുറക്കുന്ന ദൈവമാണ്. ആ ദൈവം എന്റെ തലമുറയ്ക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമാണ്.
ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ അടിച്ച് ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ ദൈവം എന്റെ ദൈവം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കി ഇവിടെ പറയുകയാണ്, യഹോവ സ്വർഗത്തിൽ മനുഷ്യപുത്രന്മാരെ എന്ത് ചെയ്യുക? നോക്കുകയാണ്. ദൈവത്തിന്റെ നോട്ടം. ദൈവം ഭൂമിയിലെ സകല മനുഷ്യരെയും അവരുടെ പ്രവർത്തികളെയും നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് എന്ന വലിയ സത്യം ഇത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതും ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ നോട്ടം ഭൂമിയിലൊക്കെയുമുണ്ട്. ആമേൻ. നമ്മളെ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നമ്മൾ എവിടെ പോയിരുന്നാലും ആമേൻ നമ്മെ ശ്രദ്ധിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരു കണ്ണുണ്ട്. എന്താ കാരണം എന്നറിയാമോ? നീ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ്. ദൈവം നിന്നെ മറച്ചിരിക്കുകയാണ്. 91 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? ആമേൻ. സ്തോത്രം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന വചനം പറയുന്ന ബുദ്ധിമാൻ. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥ ആത്മമണ്ഡലത്തിൽ ബുദ്ധിമാൻ. റോമാലേഖനം 3:11 വാക്യം കൂടി ഒന്ന് വായിക്കണേ. റോമാലേഖനം 3:11 വാക്യം കൂടെ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലോകം ഇങ്ങനെയായിരുന്നു. അങ്ങനെയുള്ളൊരു ലോകത്തെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവെന്ന് പറയുന്നത്. ആമേൻ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ളത് ആമേൻ സർവശക്തനാകുന്ന ദൈവം തിരിച്ചറിഞ്ഞു. ആമേൻ. ആ തിരിച്ചറിവാണ് മാനവജാതിയെ തന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, വീണ്ടെടുക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജാതനായി ഇറങ്ങി വന്നത്. അത് നമ്മുടെ സ്തോത്രം ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കിയല്ല. മനുഷ്യകുലത്തിൽ മാനവകുലത്തിൽ പിറന്നു വീണിട്ടുള്ള ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ വേണ്ട മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് ഇറങ്ങി വരുവാനിടയായി തീർന്നു. നോക്കിക്കേ. ഈ സങ്കീർത്തനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അതിന്റെ 7ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. സ്തോത്രം. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പൊ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ ആർക്കേ കഴിയുള്ളൂ? ദൈവത്തിനെ കഴിയുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാ, നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ സർവശക്തനാകുന്ന ദൈവം തീരുമാനിച്ചേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ദൈവം തീരുമാനിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ പ്രവർത്തിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരുമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുൻപേ സമർപ്പിച്ചു കൊടുക്കാം. അനേകര് സ്തോത്രം ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം പാർക്കുന്നത്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. എന്നാൽ കൃപയാൽ
ആമൻ എന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന് ദൈവമക്കൾ പറഞ്ഞാട്ടെ, എന്റെ സമൂഹത്തിൽ, എന്റെ കുടുംബത്തിൽ നിന്ന്, ആമൻ എന്റെ ദേശത്തിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചല്ലോ, എന്നെ തിരഞ്ഞെടുത്തല്ലോ. ആമൻ എന്നെ ക്രിസ്തുവാകുന്ന പാറമേൽ ആമൻ നിർത്തുവാൻ അങ്ങയ്ക്ക് എന്നോട് പ്രസാദം തോന്നിയത് ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുകയാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടും. ആമേൻ, സ്തോത്രം. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ സ്ഥിതി മാറ്റുന്നൊരു ദൈവം. ഒരു എബ്ബേസിന്റെ അവസ്ഥയ്ക്ക് സ്ഥിതികളെ മാറ്റിയ ഒരു ദൈവമുണ്ട്. തന്റെ സഹോദരന്മാരെക്കാൾ അവൻ ഏറ്റവും മാന്യനായി തീരത്തക്കവണ്ണം അവൻ സ്വർഗത്തിലെ ദൈവം അവൻ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ആമൻ നിന്റെ സ്ഥിതി മാറ്റുന്നൊരു ദൈവം. ആമൻ ഒരുപക്ഷെ നിന്റെ മുൻപിൽ നീ നോക്കിയാൽ ആമൻ എല്ലാ വഴികളും അടയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. മുൻപോട്ട് പോകുവാനുള്ള എല്ലാ പാതകളും നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുകയായിരിക്കാം. ആമൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന ആമൻ പ്രശ്നങ്ങൾ നിന്നെ വലച്ചുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അതിന്മേൽ ജയമെടുക്കുവാൻ ആത്മാവിൽ ഇന്ന് പകൽക്കാലം എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ഇന്ന് പകൽക്കാലം അതിന് സ്തോത്രം, അതിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവശക്തി നമ്മുടെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതിനെ ജയിക്കുവാനുള്ള ശക്തിയാണ്. ഒരു ഡൈനാമിറ്റിക് പവറാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയൊക്കെ സമമാണ് നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി. അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം ഒന്ന് ചലിക്കപ്പെടട്ടെ, ഒന്ന് ജീവൻ പ്രാപിക്കട്ടെ, ഒന്ന് ശക്തി പ്രാപിക്കട്ടെ. ഉറങ്ങിക്കിടക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ. പലപ്പോഴും സ്വന്തം തകർക്കുന്ന ഇടിച്ചു കളയുന്ന, നിരപ്പാക്കുന്ന ദുഷ്ടന്റെ അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലം തകർന്നു മാറട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ നിന്ന് പകൽക്കാലം ജയമേറ്റെടുക്കട്ടെ. ആത്മാവിൽ നിന്ന് പകൽക്കാലം ബലമേറ്റെടുക്കട്ടെ. നിന്റെ കാലുകളെയോ നിന്റെ കൈകളെയോ നിന്റെ ശരീരത്തിന്റെ മറ്റ് ഇടങ്ങളിൽ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. അസ്ഥികളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നാഡീ നരമ്പുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഉയരത്തിലെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഒരു വലിയ ദൈവകൃപ, ഒരു വലിയ ദൈവിക വിടുതൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കഴിവുകൾ കൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സഭയെ നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ കഴിവുകൾ കൊണ്ട് നിനക്ക് ജയിച്ചടക്കുവാൻ കഴിയാത്തത്, നിന്റെ മിടുക്ക് കൊണ്ട് നിനക്ക് തോൽപ്പിക്കുവാൻ കഴിയാത്തത്, പലതിന്റെയും മുൻപിൽ നിന്റെ കഴിവും നിന്റെ മിടുക്കവും പരാജയപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചതിന്റെ മുൻപിൽ സ്തോത്രം വിഷണ്ണനായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അതിനെ നിനക്ക് ജയിക്കണമെങ്കിൽ ദൈവകൃപ നിനക്ക് ആവശ്യമാണ്. അതിനെ നിനക്ക് തോൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നിനക്ക് ആവശ്യമാണ്. അതിന്റെ മേൽ നിനക്ക് ജയം ഭരിക്കണമെങ്കിൽ ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ആവശ്യമാണ്. നിന്റെ കുടുംബത്തിൽ അത് വ്യാപരിക്കണം, അത് നിന്റെ സഭയിൽ വ്യാപരിക്കണം, അത് നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കണം, അത് നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അത് വ്യാപരിക്കണം.
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കരകളടിച്ച് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അങ്ങനെ ഒരറ്റം മുതൽ മറുതല വരെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വ്യാപരിക്കുന്ന പകലായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ, ചില ശത്രുവിന്റെ ഭയങ്ങൾ മാറിപ്പോകട്ടെ, ശത്രു കൊണ്ടുവന്നിടുന്ന ഭയം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചില പതിയിരിക്കുന്ന അപകടങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കെതിരെ ചില അപകടങ്ങൾ കൊണ്ടുവരുന്ന നിന്റെ യാത്രയിൽ നിന്റെ വാഹനത്തെ അപകടപ്പെടുത്തി നിന്നെ തളർത്തിയിടുവാൻ നോക്കുന്ന ചില അപകടത്തിന്റെ ദുഷ്ടാത്മാ ശക്തികളെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശാസിക്കുകയാണ്. അത് മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഭയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. തലമുറയുടെ നന്മകളെ അടയ്ക്കുവാൻ പദ്ധതിയിടുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു.